മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണു. ദേശീയപാതയുടെ ഒരു ഭാഗമാണ് സർവീസ് റോഡിലേക്ക് വീണത്. അപകടത്തിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. റോഡിൽ ഇപ്പോഴും വിള്ളലുണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. മുബഷീർ പി അക്ബർ ചേരുന്നു വിശദാംശങ്ങളുമായി. മുബഷീർ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വിള്ളൽ വന്നിരിക്കുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ ആർക്കെങ്കിലും ആളപായമുണ്ടോ? റോഷ്നി, ആളപായം ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും വലിയ ഭയാനകരമായ ഒരു അപകടം തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം വേങ്ങര ഭാഗത്തെ കൂരിയാട് ഭാഗത്ത് വെച്ചാണ് അല്പസമയം മുമ്പ് അപകടമുണ്ടായിരിക്കുന്നത്. നിർമ്മാണം ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്ന ദേശീയപാതയുടെ ഒരു ഭാഗമാണ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ തന്നെ ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ടൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ അപകട ഭീഷണി ഉണ്ടായിരുന്ന മേഖലയാണ്. അതായത് ദേശീയപാതയ്ക്ക് വേണ്ടി കട്ടകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് മതിലുകൾ നിർമ്മിച്ചിട്ടുള്ള മേഖലയിൽ വെച്ചാണ് ഈ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. കട്ടകളും മറ്റു കോൺക്രീറ്റ് വസ്തുക്കളൊക്കെ തന്നെയാണ് അപ്രതീക്ഷിതമായി താഴേക്ക് അടർന്നു വീണത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് വാഹനങ്ങൾ ഇപ്പോഴും ഈ കോൺക്രീറ്റ് പാളികൾക്കിടയിൽ അകപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ആളുകളെ ഒന്നും തന്നെ ആ ഒരു മേഖലയിലേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല. വലിയ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഈ ഒരു മേഖലയിൽ, അതായത് അപകടമുണ്ടായ സ്ഥലത്ത് വിള്ളൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. വിശേഷിച്ചും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഇടം ആളുകളൊക്കെ തന്നെ തടിച്ചുകൂടിയ മേഖലയായതുകൊണ്ട് തന്നെ അപകട സാധ്യത ഇനിയും ഉണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ജനപ്രതിനിധികൾ, പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ തന്നെ നിലവിൽ നടത്തിവരികയാണ്. നിലവിൽ അപകടത്തിൽ തകർന്ന ഈ വാഹനങ്ങൾ, അതായത് കോൺക്രീറ്റ് പാളികൾ മുകളിലേക്ക് വീണത് മൂലം രണ്ട് വാഹനങ്ങൾ പൂർണ്ണമായി തകർന്നിട്ടുണ്ട്. മറ്റു വാഹനങ്ങൾക്ക് കൃത്യമായി അറിയിപ്പ് കൊടുത്തതിനാലാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂരിയാട് ഭാഗത്ത് വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തൊട്ടു മുൻപിൽ, അതായത് ഒരു അപകടമുണ്ടായ പ്രദേശത്തിന് തൊട്ടു മുൻപിൽ ഒരു വയലാണ് സ്ഥിതി ചെയ്യുന്നത്. ആ വയലിന്റെ ഒരു ഭാഗം ഉൾപ്പെടെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് പ്രതിഭാസമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിശേഷിച്ചും മഴക്കാലമൊക്കെ തന്നെ വരുന്നൊരു പശ്ചാത്തലത്തിൽ ഈ വിധത്തിൽ ദേശീയപാതയുടെ പല ഭാഗങ്ങളിലായി അപകടമുണ്ടാക്കുന്നത് പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിനുവേണ്ടി ഇവർ നിർമ്മിക്കുന്ന മതിലുകൾക്ക് വേണ്ടത്ര ശക്തി പോരെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണമാണ് ഈ ഒരു മേഖലയിൽ നടക്കുന്നത് എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ കൂരിയാട് വെച്ച് അപകടമുണ്ടായിരിക്കുന്നത്. കൂരിയാടിന് തൊട്ടടുത്തുള്ള കക്കാട് ഭാഗത്തെ സമാനമായ രീതിയിലുള്ള ഒരു അപകടം മാസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവിച്ചിരുന്നത്. റോഡിന്റെ ഒരു ഭാഗം താഴേക്കായിരുന്നു അടർന്നു വീഴുന്നത്. ഇപ്പോൾ സമാനമായിട്ടുള്ള മറ്റൊരു അപകടം കൂടി ഒരു ഭാഗത്തുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഈ ഒരു മേഖലയിലേക്ക് പോലീസ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങളെ ആ മേഖലയിൽ നിന്നും മാറ്റാനുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ വലിയൊരു അപകടം കൂരിയാട് ഭാഗത്ത് വെച്ച് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. തൃശൂർ കോഴിക്കോട് റോഡാണിത്. സ്വാഭാവികമായിട്ടും നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ അപകടമുണ്ടായത് മൂലം വലിയൊരു ഗതാഗത സ്തംഭനം തന്നെയാണ് ഈ ഒരു മേഖലയിൽ അനുഭവപ്പെടുന്നത്. ഇപ്പോൾ VK പടി വഴി വാഹനങ്ങൾ, അതായത് തൃശ്ശൂരിൽ നിന്നും കോഴിക്കോടേക്ക് പോകുന്നതും കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്നതുമായ വാഹനങ്ങൾ കടത്തിവിടുന്നതാണ് ഇപ്പോൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കാരണം ഈ അപകടം അറിയാതെ നിരവധി ആളുകൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നുണ്ട്. അത് ഗതാഗതം പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൂരിയാട് ഭാഗത്ത് വെച്ച് വീണ്ടും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ മതിലുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കട്ടകൾ, ആ കട്ടകളാണ് താഴേക്ക് അടർന്നു വീണിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. അപകടത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമല്ല. എന്തായാലും ആ നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ ആ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത് വാഹനങ്ങളൊക്കെ തന്നെ നിലവിൽ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ കടന്നു പോകണം. ആരും ഇതിപ്പോൾ നോക്കിക്കാണുന്നതിന് വേണ്ടിയൊക്കെ തന്നെ നിരവധി യാത്രക്കാരും നാട്ടുകാരുമായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിന് ശ്രമിക്കരുത്. അത് അപകടം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അപകട സാധ്യത ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വിള്ളൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അപകടം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയായി തന്നെയാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് ആളുകൾ ആരും ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഇപ്പോൾ പറയുന്നത്. മറ്റു വാഹനങ്ങളൊക്കെ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലൂടെ തിരിച്ചുവിടുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഈ കോൺക്രീറ്റ് പാളികൾക്കുള്ളിൽ അകപ്പെട്ടിരിക്കുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാത ആയതുകൊണ്ട് തന്നെ വിള്ളൽ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട്
അത് കക്കാട് തൊട്ടപ്പുറത്തുള്ള കക്കാട് വി കെ പടി ഉൾപ്പെടെയുള്ള റോഡ് പോകുന്ന മേഖലയിലൂടെ വരികയാണെങ്കിൽ കൂടുതൽ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുവേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. കാരണം ഈ തൊട്ടപ്പുറത്തെ വയൽ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വിള്ളൽ രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വലിയ ആശങ്ക ഈ പ്രതിസന്ധി ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, മുബഷീർ, 2 കാറുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കാണാം. സ്ഥിരമായി വാഹനങ്ങൾ പോകുന്ന സർവീസ് റോഡല്ലേ ഇത്? ഇപ്പോൾ ആ കുടുങ്ങിക്കിടക്കുന്ന വാഹനത്തിലുള്ളവരൊക്കെ മാറിയല്ലോ അല്ലേ? തീർച്ചയായും നമ്മളിപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്, അപകടമുണ്ടായ മേഖലയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാമെന്ന് തോന്നുന്നു. പതിവായി വാഹനങ്ങൾ പോകുന്ന മേഖലയാണ്, ദേശീയപാതയാണ്. ഏറെക്കുറെ മലപ്പുറം ജില്ലയിലാണ് ദേശീയപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പാത നേരത്തെ തന്നെ തുറന്നു കൊടുത്തിരുന്നു. കോഴിക്കോട് ഭാഗത്തേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും തന്നെ പോകുന്ന നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന ഒരു പാത കൂടിയാണിത്. സ്വാഭാവികമായിട്ട് ആ പാതയിലൂടെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ട് ഏറെക്കുറെ 2:30 കൂടി ഒരു അപകടം സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആളുകൾക്കൊന്നും തന്നെ പരിക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. വിശേഷം ഇത്രയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന മേഖലയിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന രീതിയിലുള്ള അപകടം ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള അപായത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആശ്വാസകരമായ കാര്യം, ആളുകൾക്കൊന്നും തന്നെ അപകടം സംഭവിക്കാതെ എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിച്ചു. പക്ഷേ വാഹനങ്ങൾ അതിന് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് പാളികളൊക്കെ തന്നെ അടർന്നു വീഴുന്നതിനാണ് അത് ഏറെക്കുറെ തകർന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാനും സാധിക്കുന്നത്. എന്തായാലും ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണിത്. എന്താണ് ഈ ഒരു അപകടത്തിൻ്റെ കാരണമെന്ന് വ്യക്തമല്ല. വിശേഷം ഈ ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി പല മേഖലകളും നടക്കുന്നുണ്ടെന്ന് ഈ മേഖലകളിലെ നാട്ടുകാരൊക്കെ തന്നെ പല ഘട്ടങ്ങളായി ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. തിരുവങ്ങാടി അതുപോലെ തന്നെ വി കെ പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചതാണ്. കൃത്യമായിട്ടുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണം പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ്. അതിനിടയിലാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിൽ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഈ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് പങ്കുവെക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ മുകൾ ഭാഗത്തു കൂടി പോകുന്ന പാതയിലാണ് എത്തിയിട്ടുള്ളത്. ഇതിന് താഴ്ഭാഗത്ത് വെച്ചാണ് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്.